ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ 3 സാധനങ്ങളെ വേണ്ടൂ നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അതിനായിട്ട് വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രൗൺ ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ നമ്മളത് കട്ട് ചെയ്യുമ്പം ഉള്ളിലത്തെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 10 സ്ലൈസ് വെച്ച് നമ്മൾക്ക് 15 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബ്രെഡ് കൂട്ടാം. ഇനി അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കിതിൻ്റെ വെള്ള കളറുള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇത് കുറച്ചും കൂടി ഒന്ന് ചെറിയ പീസാക്കിയിട്ട് വീണ്ടും നമ്മൾക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾക്കിത് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ എല്ലാ സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ചെറിയ പീസാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. പിന്നെ മിക്സിക്കകത്ത് വെള്ളമയം ഒന്നും തീരെ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ബ്രെഡും പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്കിതിന് വേണ്ട ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാം ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ച് ഈ ഷുഗറെല്ലാം നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. അത്രയും നേരം ഇത് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇത് നൂൽപ്പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡും മിൽക്ക് പൗഡറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചിലർക്ക് അത്രയും വേണ്ടി വരത്തില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇപ്പം ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരേപോലത്തെ ചെറിയ ഉരുളകളാക്കുക. അതിനായിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ പോർഷനാക്കി വെക്കാം. എന്നിട്ട് ഇത് നന്നായി പ്രസ്സാക്കിയിട്ട് വേണം ഉരുട്ടാനായിട്ട്. എല്ലാ സൈഡും ഒരേപോലെ ഉരുട്ടിയെടുക്കുക. വിള്ളലൊന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ നമ്മൾക്ക് 15 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പം 1 2 അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ചേഞ്ചസ് വരാം. ഇത് ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ അടുപ്പത്തോട്ട് വയ്ക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾക്കിത് തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം എണ്ണ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. വിള്ളലൊന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾക്ക് ഗുലാബ് ജാമുൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പം ഇതിവിടെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റുകയാണ്. ഇനി നമ്മളുടെ ഷുഗർ സിറപ്പ് ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചത് ഇപ്പോഴും ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് 3 4 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതകത്തോട്ടൊക്കെ നല്ലപോലെ പിടിച്ച് കാണും. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടാലറിയാം
നല്ലപോലെ സിറപ്പെല്ലാം അകത്തോട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്